പേപ്പറുകൾ കണ്ടാൽ അറിയാം, മാധ്യമങ്ങൾ കണ്ടാൽ അറിയാം, ആളുകൾ മെലിയാൻ വേണ്ടിയുള്ള പദ്ധതികൾക്ക് വേണ്ടി ഓടി നടക്കുന്നത് കാണാം. ശരീരം മെലിയാനുള്ള കാര്യം പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ത്യയിൽ തടിച്ചിരിക്കുന്നതാണ് അഭിമാനമെന്നും തടിച്ചിരിക്കുന്നവർ സമ്പന്നരും ആരോഗ്യമുള്ളവരുമാണെന്ന് പറയപ്പെട്ടിരുന്നു. പക്ഷേ പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു ട്രെൻഡ് തടിച്ചിരിക്കുന്നൊരു അപരാധമാണെന്നും മെലിഞ്ഞിരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന ഒരു ചിന്ത പൊതുവെ രൂപപ്പെട്ടിട്ടുണ്ട്. വെസ്റ്റേൺ കൺട്രീസിൽ രൂപപ്പെട്ടൊരു ചിന്തയുടെ ഭാഗമായിരിക്കാം ഇത്. മെലിഞ്ഞിരിക്കുകയോ എൻ്റെ അഭിപ്രായത്തിൽ മെലിഞ്ഞിരിക്കുകയോ തടിച്ചിരിക്കുകയോ എന്നതല്ല പ്രധാനം, പകരം ആരോഗ്യകരമായിരിക്കുന്നുവോ എന്നതാണ്. തടിച്ചിരിക്കുന്നവർ പലരും ആരോഗ്യകരമായിരിക്കുന്നവരുമുണ്ട്, മെലിഞ്ഞിരിക്കുന്നവർ ആരോഗ്യമില്ലാതിരിക്കുന്നവരുമുണ്ട്. എങ്കിലും ഈ തടിച്ചിരിക്കുന്നവർക്ക്, ആരോഗ്യം കുറവുള്ള തടിച്ചിരിക്കുന്നവർക്ക് മെലിയാനുള്ള മാർഗങ്ങളുണ്ടോ എന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി പലരും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ആയിരങ്ങളും പതിനായിരങ്ങളും കൊടുത്ത് ട്രെയിനിങ്ങുകളും ഡയറ്റിലൊക്കെ പോകുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്നുകൊണ്ട് ശരീരം കുറയ്ക്കുന്ന ആളുകളെയും ഞാൻ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ലളിതമായ ഒരു 5 കാര്യങ്ങൾ, തടി കുറയ്ക്കാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന, മനഃശാസ്ത്രമായി ചെയ്യാവുന്ന ചില 5 കാര്യങ്ങൾ ലളിതമായി ഈ വീഡിയോയിൽ പറഞ്ഞു തരാം എന്ന് നമ്മൾ തീരുമാനിച്ചു. 1, ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും ചെറിയ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കുക. കാരണം ചെറിയ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഇടുന്ന കുറച്ച് ഭക്ഷണം പോലും കൂടുതൽ പോൽ തോന്നുന്നത് കൊണ്ട് സ്വാഭാവികമായി നമ്മൾ ഭക്ഷണം കുറച്ചേ അതിൽ കഴിക്കുള്ളൂ എന്നതാണ്. പകരം വലിയ പ്ലേറ്റിൽ ഭക്ഷണം ഇടുമ്പോൾ ഭക്ഷണം കുറവാണെന്ന് തോന്നുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ കഴിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കുക, നിർദ്ദേശം 1. 2, ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും വളരെ സ്ലോ ആയി ഭക്ഷണം കഴിക്കുക. വേഗത്തിൽ ഭക്ഷണം കഴിക്കാതെ ഭക്ഷണത്തിനെ ആസ്വദിച്ച് മെല്ലെ കഴിക്കുക. എന്തുകൊണ്ടാണ്? നിങ്ങൾ മെല്ലെ ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ആ ഇൻഫർമേഷൻ നിങ്ങളുടെ ബ്രെയിനിൽ കിട്ടുകയും നിങ്ങൾ ഭക്ഷണത്തിൽ കുറച്ചും കൂടി ബോധവാനാവുകയും അങ്ങനെ അതിനെ ആസ്വദിച്ച് കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഭക്ഷണം കുറവായി നിങ്ങൾ ചെയ്യുകയും ചെയ്യും. 3ാമത്തെ കാര്യം നമുക്ക് ചെയ്യാവുന്നത്, ഭക്ഷണം കഴിക്കുമ്പോൾ TV കാണുകയോ മറ്റുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ അടുത്തിരിക്കുന്ന ആളോട് സംസാരിക്കാതിരിക്കുക എന്നതാണ്. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക. കാരണം അങ്ങനെ ഭക്ഷണത്തിൽ മാത്രം ഫോക്കസ്ഡ് ആകുമ്പോൾ സ്വാഭാവികമായി നമ്മളതിൽ കൂടുതൽ അവെയർ ആവുകയും അങ്ങനെ നമ്മളത് ഭക്ഷണം കുറയാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുമ്പോൾ TV, മറ്റുള്ള കാര്യങ്ങൾ, അങ്ങനെ TV കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാഭാവികമായി കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കഴിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ആ പ്രവൃത്തി മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കഴിക്കുക എന്നത്. 4ാമത് നമുക്ക് ചെയ്യാവുന്ന പ്രാക്ടിക്കലായ ഒരു നിർദ്ദേശം, ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ കൺവെട്ടത്ത് വയ്ക്കാതിരിക്കുക എന്നതാണ്. കാരണം കാണുമ്പോൾ കഴിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. നല്ല ചിക്കൻ ഇഷ്ടമുള്ള ഒരാൾ ചിക്കൻ പൊരിച്ചു വെച്ച പാത്രം ഫ്രണ്ടിൽ വെച്ചിരുന്നിട്ട് കഴിക്കാതിരിക്കുന്നത് സ്വാഭാവികമായ അയാൾക്ക് സംഘർഷമുണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ കൺവെട്ടത്തിലില്ലാത്ത സ്ഥലങ്ങളിൽ ഈ ഭക്ഷണം വയ്ക്കുക എന്നതാണ് 4ാമത്തെ നിർദ്ദേശം. 5ാമത് നമുക്ക് ചെയ്യാവുന്ന എളുപ്പമായ മാർഗം, ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഫുഡ് ഡയറി കീപ്പ് ചെയ്യുക. ഒരു ഡയറി കീപ്പ് ചെയ്യുക, ഭക്ഷണം കഴിച്ചതിൽ രേഖപ്പെടുത്തുക. ഇങ്ങനെ രേഖപ്പെടുത്തപ്പെടുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച് ധാരണയുണ്ടാകും. അതിൽ അപാകതകളുണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. ഇങ്ങനെ 5 കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ക്രമം ഒരു സംഘർഷമില്ലാതെ കുറയ്ക്കാൻ കഴിയുകയും ബോധപൂർവം വളരെ സ്മൂത്തായി ഇത് ചെയ്യാൻ കഴിയുകയും നമ്മുടെ തടി കുറയാൻ, മെലിയാനുള്ള സാഹചര്യങ്ങൾ കൂടുകയും ചെയ്യും. ഈ പറഞ്ഞ 5 കാര്യങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. 1, ചെറിയ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കുക. 2, സ്ലോ ആയി ഭക്ഷണം കഴിക്കുക. 3, ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് മാത്രം ശ്രദ്ധിക്കുക. 4, ഭക്ഷണ പദാർത്ഥങ്ങൾ കൺവെട്ടത്തിൽ നിന്ന് അപ്പുറത്ത് മാറ്റി വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക. 5, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഡയറിയിൽ ഒരു ഫുഡ് ഡയറി ഉണ്ടാക്കി അതിൽ രേഖപ്പെടുത്തുക. ഇത്തരം 5 കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായി നേരത്തെ പറഞ്ഞ പോലെ സംഘർഷമില്ലാതെ നമുക്ക് ഭക്ഷണം കുറയ്ക്കാൻ കഴിയുകയും നമ്മുടെ മെലിയാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും. താങ്ക് യു.